ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളിതേ ഇപ്പോൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇറാഖി റെസ്റ്റോറൻ്റാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ദാലിൻ്റെ സൂപ്പാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. ലഞ്ച് ടൈം ആയ കാരണം കൊണ്ട് ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഹോട്ടലിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരാളെയും കൂടി പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് ഇനി ഈ ദുബായ് വ്ളോഗ് മൊത്തം ഞങ്ങളുടെ ചിരിയും പർച്ചേസിങ്ങും കളിയും തമാശയായിരിക്കും. ആ സൂപ്പ് മാത്രമല്ല കേട്ടോ, ഈ ഫ്ലാറ്റ് ബ്രെഡും അവരുടെ കോംപ്ലിമെൻ്ററിയിൽ പെടുന്നത് തന്നെയാണ് കേട്ടോ. അത് തീരുന്നതനുസരിച്ച് അവർ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡിന് അനുസരിച്ചിട്ടുള്ള ഡിപ്പ് കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കബാബ്സാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ടേസ്റ്റ് നമ്മളിവിടെ നാട്ടിൽ കിട്ടുന്ന ഒരു ടേസ്റ്റേ അല്ല, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ മീറ്റിൻ്റെ ഫ്ലേവർ നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഫുഡ് കാര്യങ്ങളെല്ലാം പിന്നെ വന്നു. എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്ന കാരണം കൊണ്ടുണ്ടല്ലോ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇതാണ് ആ ഹോട്ടൽ. പിന്നെ അവർ കൊണ്ടുവന്ന് വെച്ച ഡിപ്പുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡിപ്പാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ബ്രിഞ്ചോളിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു ആ ഒരു ഡിപ്പ്. ഞാൻ ആദ്യമായിട്ട് അത് കഴിക്കുന്നത്. പിന്നെ ഒരു ടീ തന്നു അവർ ഫുഡിൻ്റെ ലാസ്റ്റ്. അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് വർക്കായില്ല. സ്വീറ്റ് ഇതാണ്, മധുരം ഇട്ടതാണ് ഞാൻ കുടിച്ചത്. പക്ഷെ എന്നിട്ടും ഭയങ്കര അതിൻ്റെ കടുപ്പം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവസാനമൊക്കെ ആവാറായപ്പോഴത്തേനും നല്ല കയ്പ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ട്രൈ ചെയ്തത് ഒരു കുനാഫയാണ്. അതും നമ്മളിവിടെ നാട്ടിൽ കിട്ടുന്ന കുനാഫയുടെ ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. കുനാഫ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ് കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഞാനത് ട്രൈ ചെയ്ത് നോക്കി. അല്ലെങ്കിൽ ഞാനത് നോക്കാൻ നിൽക്കുന്ന ആളല്ല. ഗുറേർ മോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഷോപ്പുള്ളത്. ദുബായിൽ താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ദുബായിന് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാനായിട്ട് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ. ഇത് ഹയാത്തിൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കയറി വരുന്ന ഒരു എൻട്രൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ടേബിളുണ്ട്. ഇതിൻ്റെ ഈ നമ്മുടെ ലഗേജൊക്കെ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ഇതിൻ്റെ ഇവിടെ ഇതെന്താ ഇങ്ങനെ ഒരു കബേർഡ് കാര്യങ്ങൾ, നമുക്ക് കുക്ക് ചെയ്യാം. ചെറിയൊരു കിച്ചണും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഡിഷ് വാഷറൊക്കെ ഉണ്ട്. 2 ബെഡ്റൂമാണ് ഈ അപ്പാർട്ട്മെൻറ്റിനുള്ളത്. ഇവിടെ ഒരു ലിവിങ് ഏരിയ, പിന്നെ വാഷിംഗ് മെഷീനും അങ്ങനത്തെ ഇതുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വാഷ് ചെയ്യുകയോ അങ്ങനത്തെ ഇതുകളൊക്കെ ചെയ്യാം. ഫസ്റ്റ് ബെഡ്റൂം ഈ സൈഡാണ് കേട്ടോ. ഇത് പിള്ളേരുടെ റൂമാണ്, അവരുടെ റൂം. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളി വ്യൂ ആട്ടോ. അത് കണ്ടോ, ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇവിടെ സൺസെറ്റ് കാണാം നമുക്ക്. നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകുന്നുണ്ട്. സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇവിടെ നല്ല വലിയൊരു ടേബിള് കാര്യങ്ങൾ ഇതൊക്കെയാണ് ഉള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം ഈ ഭാഗത്തായിട്ട് വരും ഇങ്ങനെ. അടുത്ത ബെഡ്റൂം വരുന്നത് കേട്ടോ. ഇതിൻ്റെ വ്യൂ അത് തന്നെയാണ് വരുന്നത്. ആഹാ, ഇവിടെ നല്ല സൺസെറ്റ് കാണാം നമുക്ക് അടിപൊളിയായിട്ട്. കണ്ടോ,
ഇതിൻ്റെ ബാത്റൂം ഇതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ വലിയൊരു ടേബിള് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഒരു ലോങ് മിററൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ഇതിൻ്റെ ബെഡ്റൂം ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ഇനി ഇവിടെ ആയിരിക്കും ഒരു 6 days നമ്മൾ. അപ്പം ഈവനിങ് ഇപ്പം ഏകദേശം ഇതല്ല ടൈം 5 ആയി കാണും അല്ലേ? 4:45 ആയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോകളും കൂടി ഇതിൻ്റെ ഒപ്പം ഞാൻ ഷെയർ ചെയ്യാവേ. നമ്മൾ അപ്പാർട്ട്മെൻ്റ് എടുത്തതിൻ്റെ താഴെയുള്ള ഒരു കുഞ്ഞു ലോബിയാണ് കേട്ടോ ഇത്. മെയിൻ ലോബി അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ഈ ലോബിയുടെ തൊട്ട് പുറകിലായിട്ട് തന്നെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ട്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്, കാരണം തണുപ്പ് എനിക്ക് ഒട്ടും പറ്റൂല. പിന്നെ ഈ ഒരു ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഇതിൻ്റെ ചുറ്റും നിറച്ച് ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന എല്ലാ ഷോപ്പുകളും ഉണ്ടായിരുന്നു. മെഡിക്കൽ ഷോപ്പും സൂപ്പർ മാർക്കറ്റും ഇപ്പം എന്താണ് പിസ്സയുടെ ഷോപ്പുകൾ, പിന്നെ എന്താ പറയുക കോഫി ഷോപ്പ്, ബേക്കറി, അങ്ങനെ കംപ്ലീറ്റ് കുറേ തരം ഷോപ്പുകളുണ്ടായിരുന്നു. ഓർണമെൻറ്റ്സോ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിലുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് ഉള്ളത് വലിയൊരു ഹെൽപ്പായിരുന്നു കേട്ടോ. നമുക്കിപ്പം കുക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് തോന്നിയാൽ പുറത്ത് പോയി ഒന്നും പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഷോപ്പുള്ളത് കൊണ്ട് എളുപ്പമായിരുന്നേ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങൾ ഈ ഷോപ്പും കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ദുബായ് അൽഫീദിയിലേക്ക് പോയി. അൽഫീദി കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു ദുബായിയുടെ കറക്റ്റ് ഒരു ഫ്ലേവർ തരുന്ന പോലത്തെ ഒരു പ്ലേസ് ആയിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു അവിടേക്കൊരു ബോട്ട് എന്നല്ല പറയാം, അതിന് വേറെ എന്തോ ഒരു പേരാണ്, എനിക്കത് അറിഞ്ഞുകൂടാ. അതുവഴിയാണ് അങ്ങോട്ട് പോകുന്നത് ക്രോസ് ചെയ്തിട്ട്. പക്ഷേ ഞങ്ങൾ രാത്രി ലേറ്റായിട്ട് പോയ കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്ത് ബാക്ക് സൈഡിൽ അതിൻ്റെ വേറൊരു സൈഡിൽ അവിടെ പോയി വണ്ടിയിൽ പോയിട്ട് ബാക്കിൽ നിന്ന് തൊട്ടാണ് ഞങ്ങൾ കാണാനായിട്ട് തുടങ്ങിയത്. ഓൾമോസ്റ്റ് ഷോപ്പുകളെല്ലാം ഏകദേശം സെയിം സാധനങ്ങളൊക്കെ തന്നെയാവും ഉണ്ടാവുക. പക്ഷേ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും എന്തായാലും. അങ്ങനെ മൊത്തം എല്ലാ ഷോപ്പിലും ആ ഒരു റേറ്റൊക്കെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഇവിടെ സാധനങ്ങൾക്ക്. പിന്നെ നമുക്ക് ദുബായിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്കൊരു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പർച്ചേസ് ചെയ്തൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ കയ്യിൽ പിടിച്ചിരിക്കുന്ന ബാഗ് ക്യാമൽ ലെതറിൻ്റെയാണ്. അത് മോള് പറഞ്ഞു തരുമായിരുന്നു അത് ക്യാമൽ ലെതറിൻ്റെ ആണ് എന്നുള്ളത്. നല്ല ഭംഗിയുള്ള ബാഗായിരുന്നു കേട്ടോ. പക്ഷെ ഞാനീ പറഞ്ഞ പോലെ നല്ല എക്സ്പെൻസീവും ആയിരുന്നേ. ഈ വർക്ക് ചെയ്ത ഇങ്ങനത്തെ ചെറിയ 1-2 ബൗള് കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണോ നമുക്ക് ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ വർക്ക് ചെയ്തൊന്നും നമ്മുടെ അവിടെ നാട്ടിൽ കിട്ടില്ല. ഫുൾ ഹാൻഡ് മെയ്ഡ് ഐറ്റംസുകളാണ്. പിന്നെ ഇതിൽ ബെറി ഉണ്ട്, അത് കാരണം നല്ല സ്മെല്ലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൂമിൽ ചെന്നിട്ട് നോക്കാം, നല്ലതാണെങ്കിൽ പിന്നെ വന്ന് നമ്മൾ ഇതും എടുക്കുന്നുണ്ട് കേട്ടോ, 2 ഫ്ലേവർ. ഇതാണോ ഇത് സാൻഡിലിൻ്റെ വുഡ്, അത് നമ്മൾ കത്തിക്കുന്നതാണിത്. ഇതുണ്ട്, ഇതിനൊക്കെ നല്ല വീട്ടിൽ നമ്മൾ കരിയിട്ടിട്ട് ഇത് നല്ല സ്മെല്ലാണ്. ഇതിൻ്റെ പുറത്തിൽ ഇത് അതിലും നല്ല സ്മെല്ലാണ്, ഇത് അതിലും നല്ല സ്മെല്ലാണ്. സ്മെല്ല്
ഓ നല്ല സ്മെല്ലാണ്, പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. ചെറിയ ഇതിനൊക്കെ നല്ല ഗ്രാമ കണക്കിന് നല്ല വിലയുണ്ട്. ഇതൊക്കെ ഗ്രീൻ ടീകളാണ്, പല ഫ്ലേവേഴ്സ്, അതായത് ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്തതുണ്ട്, ബെറികളുണ്ട്, റോസ് പെറ്റൽസ് ഉണ്ട്. നല്ലതാണ്, ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മേടിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ കിച്ചണിൽ നമ്മൾ ചായ ഇടാറുണ്ട്, അപ്പം അതുപോലെ നമുക്കൊന്ന് രാവിലെ നമുക്ക് വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് കുടിക്കാം. നല്ല നല്ല ഫ്ലേവറാണ് ഇതിന്, ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ കുപ്പിയിൽ നിറച്ചുകൊണ്ടിരിക്കുന്നതാണ് അത്തർ. ഇതിൻ്റെ സ്മെല്ല്, ഞാൻ മേടിച്ച അതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. നമ്മളൊരു 1-2 ഡ്രോപ്പ് മതി കേട്ടോ. അയാളിങ്ങനെ അതൊരു വലിയ ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്താണ് തന്നിരുന്നത്. എനിക്ക് അതിൻ്റെ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അതിൻ്റെ പല പല കളേഴ്സ് ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ എനിക്ക് ഈ ഗ്രീനാട്ടോ ഏറ്റവും ഇഷ്ടമായത്. ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ വേറൊരു വീഡിയോയിൽ ഞാനത് വീട്ടിൽ വെച്ചിട്ട് കാണിച്ചു തരാവേ. പിന്നെ കുറേ ലൈറ്റുകൾ, ലാമ്പുകൾ, അങ്ങനത്തെ കുറേ ഇത് നല്ല, എനിക്ക് വീഡിയോയിൽ ഇതിൻ്റെ ഭംഗി കാണുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ എനിക്ക് അറിഞ്ഞൂടാ. നേരിട്ട് കാണാൻ ഭയങ്കര കളർഫുള്ളാണ്. ഞാൻ ആ ഷോപ്പിൽ കൂടെയൊക്കെ ചുമ്മാ കയറി ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. രണ്ടാമത് ഇങ്ങനെ നടക്കാൻ ഒരു മടിയും ഇല്ല, എത്ര നേരം വേണേലും നടക്കും. കാലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. ട്രാവൽ കഴിഞ്ഞ് നമ്മളിങ്ങനെ എത്തിയതല്ലേ ഉള്ളൂ. ഇത് ഒരു ഈവിളായുടെ ഒരു ഹാങ്ങിങ് ആണ്. എനിക്കിത് എവിടെയാണ് ഇടാനായിട്ട് നമുക്ക് നോക്കാത്തത് കൊണ്ട് ഞാനത് എടുത്തില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. ഒരു രാത്രി നല്ല അത്യാവശ്യം ലേറ്റായിട്ടാട്ടോ നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോയത്.